to Race Education. അപ്പോൾ നമ്മളുടെ ബയോളജിയുടെ ഓണം എക്സാം ആണ്. ബോട്ടണിയുടെയും സുവോളജിയുടെയും മുഴുവൻ 1 മാർക്ക് ക്വസ്റ്റ്യൻസും 5 വർഷങ്ങളിൽ ചോദിച്ച മുഴുവൻ 1 മാർക്ക് ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ ഇപ്പൊ നമ്മൾ സുവോളജിയുടെ ആണ് 1 മാർക്ക് നോക്കുന്നത്. ഇതിന് ശേഷം നമ്മളുടെ ഗൗതമി മിസ്സും അമൽ സാറും വന്നിട്ട് ബോട്ടണി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് സമയം കളയാണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, Name the oral contraceptive for female developed by CDRI. Reproductive health എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൗ ഇന്ത്യ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഓറൽ കോൺട്രാസെപ്റ്റീവ് ഏതാണ്? സഹേലിയാണ്. യെസ്, സഹേലി ഒരു നോൺ സ്റ്റിറോയിഡൽ ഡ്രഗ് ആണ്. ആ ഒരു കാര്യം കൂടെ ആലോചിക്കുക. മൾട്ടിപ്പിൾ ടൈംസ്, ഒന്നിലധികം തവണ എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സഹേലിയുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, Not the relationship between the first 2 words and fill the missing word. Okay, first one already complete ചെയ്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. Incomplete ആയത് നമ്മൾ fill ചെയ്യണം. Okay, primary sex organ in male എന്ന് പറയുന്നത് testis ആണ്. അങ്ങനെയാണെങ്കിൽ primary sex organ in female ഏതാണ്? ഓവറി ആണ് അല്ലേ? അതെ, ഓവറി ആണ്. മിസ്സേ ഇവിടെ മാർക്ക് ചെയ്തു. അത് കാണുന്നില്ല. ഓക്കെ, ഓവറി. ഓക്കെ, അപ്പൊ അതിന്റെ നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് നമുക്ക് പോവാം. ലേഡിക് സെൽസ് ആൻഡ്രജനെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ കോർപ്പസ് ലൂട്ടിയം എന്തിനെയാണ് റിലീസ് ചെയ്യുന്നത്? കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോൺ ആണ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഈ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് ഇംപ്ലാന്റേഷന് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എൻഡോമെട്രിയൽ തിക്കണിങ് ചെയ്തുകൊണ്ട് ഇംപ്ലാന്റേഷനും ഫർദർ പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യും. പ്രഗ്നൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന മെയിൻ ഹോർമോൺ ആണ് നമ്മുടെ പ്രൊജസ്ട്രോൺ ഹോർമോൺ. Moving on to the next question. Spermatids are transformed into active sperms by a process called a dash. Spermatogenesis. അതെ, നമുക്ക് 2 ഡൗട്ട് വരും. സ്പെർമിയേഷൻ ആണോ സ്പെർമിയോജെനസിസ് ആണോ എന്ന് ഡൗട്ട് വരും. സോ വിച്ച് ഈസ് ദ ആൻസർ? സ്പെർമിയോജെനസിസ് ആണ്. ഏറ്റവും ഫസ്റ്റ് സ്പെർമാറ്റോഗോണിയ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആവും. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ അണ്ടർഗോ ചെയ്ത് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആവും. അത് വീണ്ടും സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ അണ്ടർഗോ ചെയ്ത് സ്പെർമാറ്റിഡ്സ് ആയിട്ട് മാറും. പിന്നെ ഈ സ്പെർമാറ്റിഡ്സ് മെച്യൂർ ചെയ്യുന്ന, ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട് മെച്യൂർ ചെയ്യുന്ന പ്രോസസ് ആണ് സ്പെർമിയോജെനസിസ് എന്ന് പറയുന്നത്. പകരം ഈ ഒരു ഫോം ചെയ്തിരിക്കുന്ന സ്പെർമ് റിലീസ് ചെയ്യുന്നു റെറ്റി ടെസ്റ്റിലേക്ക് സെർട്ടോളി സെല്ലിൽ നിന്നെല്ലാം ന്യൂട്രിയൻസ് ഡിറൈവ് ചെയ്ത് റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ സ്പെർമിയോജെനസിസ് എന്ന് പറയുന്നത്. അല്ല, സ്പെർമിയേഷൻ എന്ന് പറയുന്നത്. ഓക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The sterilization procedure in females is called a dash. Okay. Females sterile ആകുന്ന നമ്മുടെ ആ ഒരു സ്റ്റെപ്പിനെ എന്താണ് വിളിക്കുന്നത്? ആ പ്രോസസ് ടെർമിനൽ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്റ്റീവ്. അപ്പോൾ ഫീമെയിൽസിന്റെ കേസിൽ നമ്മൾ ഫാലോപ്പിയൻ ട്യൂബ് കട്ട് ഔട്ട് ആയി ചെയ്യുന്നതുകൊണ്ട് the process is known as ട്യൂബെക്ടമി. മെയിൽസിന്റെ കേസിൽ അത് വാസ് ഡിഫറൻസ് ആണ് കട്ട് ഔട്ട് ആയി ചെയ്യുന്നത്. അപ്പോൾ അത് വാസെക്ടമി എന്ന് ചോദിക്കും. മാറി മാറി 2 എക്സാംസിന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The enlarged end of penis called the glans penis is covered by a loose fold of skin called dash. Okay, അപ്പം കോണിക്കൽ ഷേപ്പ് ഉള്ള പെനിസിന്റെ എൻഡ് പാർട്ട് വിച്ച് ഇസ് നോൺ ആസ് ഗ്ലാൻസ് പെനിസ്, അതൊരു മൂവബിൾ ആയിട്ടുള്ള ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ വെച്ചിട്ട് കവേർഡ് ആണ്. ദാറ്റ് ഇസ് നോൺ ആസ് ഫോർസ്കിൻ. അത് പ്രിപ്യൂസ് എന്ന പേരിലും കൂടെ അറിയപ്പെടുന്നു. ഓക്കെ, PREPUCE പ്രിപ്യൂസ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, the first menstruation is called. Okay, puberty ടൈമിൽ ഫീമെയിൽസിൽ ഫസ്റ്റ് മെൻസ്ട്രേഷൻ വരും which is known as menarche. ലാസ്റ്റ് മെൻസ്ട്രേഷൻ അപ്രോക്സിമേറ്റ്ലി ഒരു 50s ഫീമെയിൽസിൽ വരുന്ന ലാസ്റ്റ് മെൻസ്ട്രേഷൻ നമ്മൾ മെനോപോസ് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദി ഓഡ് വൺ, ജസ്റ്റിഫൈ യുവർ സെലക്ഷൻ. ഓക്കെ, അപ്പം ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഒരു ഓഡ് വൺ പിക്ക് എടുത്ത് നമ്മൾ പുറത്തേക്ക് ഇടാം. സോ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആണ് കൂടുതൽ. കൂടെ ഒരാൾ ഓഡ് ആയിട്ട് വന്നിരിക്കുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. അത് ഏതാണ്? ഫാലോപ്പിയൻ. റെറ്റിടെസ്റ്റിസും വാസ് എഫറൻഷ്യയും വാസ് ഡിഫറൻസും മെയിൽസിന്റെ ആക്സസറി ഡക്ട്സ് ആണ്. അറ്റ് ദ സെയിം ടൈം ഫാലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത് ഫീമെയിൽസിന്റെ ആക്സസറി ഡക്റ്റിന്റെ ഭാഗമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് ദ ടേം IUD. ഓക്കെ, ഇത് ക്ലിയർ അല്ല, ക്ലാരിറ്റി കുറവുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡയറക്റ്റ് എടുത്തത് കൊണ്ടാണ്. അപ്പൊ IUD എന്താണെന്ന് എക്സ്പാൻഡ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ IUD മാത്രമല്ല, നമ്മളുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന ചാപ്റ്ററിൽ ഒരുപാട് അബ്രിവിയേഷൻസ് ഉണ്ട്. അപ്പൊ കംപ്ലീറ്റ് അബ്രിവിയേഷൻസും നമ്മളൊരു ഷോർട്ട്സ് ആയിട്ട് തരുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും 1-2 എണ്ണം ഷുവർ ആയിട്ടും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ IUD ആണ്. IUD സ്റ്റാൻഡ്സ് ഫോർ intrauterine devices. Okay.
യൂട്രൈൻ ഡിവൈസസ്. ഓക്കെ, അപ്പൊ IUT ഉണ്ട്, ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ ഉണ്ട്, അതേപോലെ IUI ഉണ്ട്, ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് ദ ടേം സ്വിഫ്റ്റ്. അഗൈൻ എക്സ്പാൻഷൻ, അബ്രിവിയേഷൻ എക്സ്പാൻഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളുടെ എംബ്രിയോ ട്രാൻസ്ഫർ പ്രൊസീജിയറിൽ സ്വിഫ്റ്റ് എന്ന് പറയുന്നത് സൈഗോട്ട് ഇൻട്രാ ഫാലോപ്പിയൻ ട്രാൻസ്ഫർ. ഓക്കെ, സൈഗോട്ട് ഇൻട്രാ ഫാലോപ്പിയൻ ട്രാൻസ്ഫർ. നമ്മൾ അപ് ടു 8 ബ്ലാസ്റ്റോമിയേഴ്സ് ആണ് ഫാലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നെങ്കിൽ ദാറ്റ് പ്രൊസീജിയർ ഇസ് നോൺ ആസ് സൈഗോട്ട് ഇൻട്രാ ഫാലോപ്പിയൻ ട്രാൻസ്ഫർ. ഓക്കെ, യെസ്. അപ്പൊ അല്ലാതെ നമ്മൾ ഒരു 8 ബ്ലാസ്റ്റോമിയേഴ്സ് എബോവ് സ്റ്റേജിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നെങ്കിൽ നമ്മൾ അതിന് ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ എന്ന് വിളിക്കും. ഓക്കെ, IUT. അടുത്ത ക്വസ്റ്റ്യൻ, മൈറ്റോട്ടിക് ഡിവിഷൻ ഓഫ് സൈഗോട്ട് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബ്ലാസ്റ്റോമിയേഴ്സ് ഈസ് കോൾഡ് ക്ലീവേജ്. യെസ്, നമുക്കറിയാം ഒരു സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ടിന്റെ സിംഗിൾ സെൽ ആയിട്ടുള്ള സൈഗോട്ട് ആയിരിക്കും ഏറ്റവും ഫസ്റ്റ് ഫോം ചെയ്യുക. കുറേ ഡിവിഷൻസ് അണ്ടർഗോ ചെയ്തിട്ട് ഡിവിഷൻ കഴിയുമ്പോൾ തന്നെ 2 സെൽഡ് സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ അതിനെ എംബ്രിയോ, പിന്നെ അത് 4 സെൽ ആകും, 8 സെൽ ആവും, 16 സെൽ ആവും. അപ്പൊ ഇവർ ഒരുപാട് സ്റ്റേജസിൽ കൂടെ കടന്നു പോകും. എനിവേ, ഈ ഒരു ഡിവിഷൻസിന്, ഈ മൈറ്റോട്ടിക് ഡിവിഷൻസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലീവേജ്. അതായത് നമ്മുടെ സൈഗോട്ടിന്റെ മൈറ്റോട്ടിക് ഡിവിഷൻസിനെ മാത്രമേ നമ്മൾ ക്ലീവേജ് എന്ന് പറഞ്ഞ പേരിൽ റെപ്രസെന്റ് ചെയ്യുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഓഡ് വൺ. ഓക്കെ, ഹോർമോൺസ് ആണ് ലിസ്റ്റിൽ തന്നിരിക്കുന്നത്. HPL, ഹ്യൂമൻ പ്ലാസന്റൽ ലാക്ടോജൻ, ആൻഡ്രോജൻ, റിലാക്സിൻ ആൻഡ് HCG, ഹ്യൂമൻ കൊറിയോണിക് ഗോണാഡോട്രോപിക്. ഇതിൽ നമുക്ക് ഏതാണ് ഓഡ് വൺ ആയിട്ട് പിക്ക് ചെയ്തെടുത്ത് പുറത്തിടാൻ പറ്റുന്നത്? നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 3 പേരും ആക്ച്വലി ഫീമെയിൽസിൽ കാണപ്പെടുന്ന ഹോർമോൺസ് ആണ്. ആകെ ഒരു മെയിൽ ഹോർമോൺ ആണുള്ളത്, ആൻഡ്രോജൻ. ഓക്കെ, HPLും റിലാക്സിനും HCGയും പ്രഗ്നൻസി ടൈമിൽ മാത്രം ലേഡീസിൽ വരുന്ന ഹോർമോൺസ് ആണ്. ആ ഒരു പോർഷനും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ്രോജൻ എന്ന് പറയുമ്പോൾ ലേഡിക് സെൽസ് റിലീസ് ചെയ്യുന്നു. ഹോർമോൺസ് ലൈക്ക് ടെസ്റ്റോസ്റ്ററോൺ ഒക്കെ ആൻഡ്രോജന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അഗൈൻ എക്സ്പാൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പാൻഡ് ഫോളോയിങ് ടേംസ് MMR ആൻഡ് IMR. ഓക്കെ, MMR എന്ന് പറയുമ്പോൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ചാപ്റ്റർ ആണ്. Maternal mortality rate. At the same time, IMR stands for infant mortality rate. Maternal mortality rate and infant mortality rate. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. ഓക്കെ, ഒരുപാട് അബ്രിവിയേഷൻസ് ഉണ്ട്, എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. വീണ്ടും പറയാം. 1 മാർക്ക് നോക്കുവാണെങ്കിൽ സുവോളജിയിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ തന്നെ ഒരുപാട് വരുന്നുണ്ടല്ലോ. അതെ അതെ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അബ്രിവിയേഷൻസിന്റെ തന്നെ ഒരുപാട് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് 2 ഏറ്റവും ഒരെണ്ണം എന്താണെങ്കിലും ചോദിക്കും. മിക്കവാറും 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിംഗ് ലൂട്ടിയൽ ഫേസ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ഗ്രാഫിയൻ ഫോളിക്കിൾ ട്രാൻസ്ഫോംസ് ഇൻടു. മെൻസ്ട്രൽ സൈക്കിൾ എന്ന പോർഷനിൽ വന്നിരിക്കുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾക്കറിയാം ലൂട്ടിയൽ ഫേസ് ആകുമ്പോഴേക്കും നമ്മളുടെ ഗ്രാഫിയൻ ഫോളിക്കിള് റപ്ചർ ചെയ്ത് ഓവുലേഷൻ നടന്നു ഓവുലേറ്ററി ഫേസിൽ. ബാക്കി വരുന്ന ഗ്രാഫിയൻ ഫോളിക്കിളിനെ നമ്മൾ കോർപ്പസ് ലൂട്ടിയം എന്ന് വിളിക്കും. ഈ കോർപ്പസ് ലൂട്ടിയം ആണ് ലൂട്ടിയൽ ഫേസിൽ ഇനോർമസ് എമൗണ്ട് ഓഫ് പ്രൊജസ്ട്രോണിനെ റിലീസ് ചെയ്യുന്നത്. ഓൾറെഡി കണ്ടിരുന്നു. ഓക്കെ, പ്രൊജസ്ട്രോൺ റിലീസ് ചെയ്യുന്നവർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The embryo with 8 to 16 blastomeres is called a dash. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഗാസ്ട്രുല, മോറുല, ബ്ലാസ്റ്റുല ആൻഡ് ട്രോഫോബ്ലാസ്റ്റ്. ഓക്കെ, അപ്പൊ 8 to 16 ബ്ലാസ്റ്റോമിയർ സ്റ്റേജിനെ നമ്മൾ എന്ത് വിളിക്കും? മോറുല എന്ന് വിളിക്കും. ഒരു മുന്തിരിക്കൊല പോലെ നമുക്ക് മോറുല സ്റ്റേജ് കാണാം. അതിനുശേഷമാണ് ബ്ലാസ്റ്റോസിൽ ക്യാവിറ്റി ഒക്കെ വന്നവർ ബ്ലാസ്റ്റുല സ്റ്റേജിലേക്ക് പോകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ടെക്നിക് ഓഫ് ട്രാൻസ്ഫറിംഗ് എംബ്രിയോസ് അപ് ടു 8 ബ്ലാസ്റ്റോമിയേഴ്സ് ഇൻടു ദ ഫാലോപ്പിയൻ ട്യൂബ്. ഓക്കെ, വേറൊരു രീതിയിൽ ക്വസ്റ്റ്യൻ നമ്മൾ മുൻപ് കണ്ടതാണ്. അപ്പൊ 8 ബ്ലാസ്റ്റോമിയേഴ്സ് ആകുന്ന സമയത്ത് നമ്മൾ ഫാലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു എംബ്രിയോ ട്രാൻസ്ഫർ പ്രൊസീജിയർ ആഫ്റ്റർ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, അതിന് നമ്മൾ എന്താ വിളിക്കുക? സൈഗോട്ട് ഇൻട്രാ ഫാലോപ്പിയൻ ട്രാൻസ്ഫർ. ഓക്കെ, സൈഗോട്ട് ഇൻട്രാ ഫാലോപ്പിയൻ ട്രാൻസ്ഫർ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത നമ്മുടെ ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ ക്വസ്റ്റ്യൻ ആണ്. ജെനറ്റിക്സ് 1. പെഡിഗ്രി ചാർട്ടിലെ നമ്മുടെ ഓരോ സിമ്പിൾസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിലൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ സിമ്പിൾസ് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? നമുക്കറിയാം ഈ സ്ക്വയർ സിമ്പിൾ ആക്ച്വലി റെപ്രസെന്റ് ചെയ്യുന്നത് മെയിൽസിനെയാണ്. ആൻഡ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ക്വയർ സിംബലും ഉണ്ട്, ഒരു സർക്കിൾ സിംബലും ഉണ്ട്. ആക്ച്വലി സർക്കിൾ സിംബൽ ഫീമെയിൽ ആണ്. ഓക്കെ, സോ ഒരു ഫീമെയിലും അതിന്റെ ഇടയ്ക്ക് എന്താണ് ഒരു കണക്ഷൻ മെയ്റ്റിംഗിനെയാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ ജനറ്റിക് ഡിസോർഡർ
in which a blood clotting protein is affected, leading to a non-stop bleeding, even though a simple wound. ഒരു simple wound ഉണ്ടായാലും non-stop blooding flow രാജകുടുംബങ്ങളിലൊക്കെ കാണുന്ന അസുഖം. അതെ അതെ. ഏതാണ് നമ്മുടെ റോയൽ ഡിസീസ് എന്ന് പറയുന്നത്? ഫീനൈൽ കീറ്റോന്യൂറിയ, ഹീമോഫീലിയ, തലസീമിയ, സിക്കിൾ സെൽ അനീമിയ. ദാറ്റ് ഈസ് ഹീമോഫീലിയ, ബ്ലീഡേഴ്സ് ഡിസീസ് അല്ലെങ്കിൽ റോയൽ ഡിസീസ് എന്ന് പറയും. ജനറ്റിക് ഡിസോർഡേഴ്സിൽ വരുന്നതാണ്. ഓക്കേ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Genes which code for a pair of contrasting traits are known as. നമുക്കറിയാം കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ജീനിന് രണ്ട് ഫോം ഉണ്ട്, അതാണ് നമ്മൾ അലീൽസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് അലീൽസ്. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് എ ഫീമെയിൽ ഹെറ്ററോഗാമെറ്റിക് ആനിമൽ ഫ്രം ദ ഫോളോയിങ്. ഇതിൽ ഫീമെയിൽ ഹെറ്ററോഗാമെറ്റിക് ആനിമൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഹ്യൂമൻ ബീങ്സ്, ഡ്രോസോഫില, ബേർഡ്സ് ആൻഡ് ഗ്രാസ്ഹോപ്പർ. ഇതില് നമുക്ക് എന്താണ് മെയിൽ ഹെറ്ററോഗാമെറ്റിക് ആനിമൽസ് ആണ് നമ്മുടെ ഹ്യൂമൻ ബീങ്, ഡ്രോസോഫില, രണ്ടുപേരിലും XX ആണ് കാണുന്നത്. അല്ല, മെയിൽ ഹെറ്ററോഗാമെറ്റിക് ആണ് പറഞ്ഞത്. അപ്പം എന്താണ് XY ആണ് ഹ്യൂമൻ ബീങ്സ്, ഡ്രോസോഫില, ഗ്രാസ്ഹോപ്പർ. സോ ഫീമെയിൽ ഹെറ്ററോഗാമെറ്റിക് എന്ന് പറയുന്നത് ബേർഡ്സ് ആണ്. ദാറ്റ് ഈസ് നമ്മുടെ ടെക്സ്റ്റില് കൃത്യമായിട്ട് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ചിക്കൻസ്. ZW ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ZW. അയ്യോ, ZW, ZW ആണ് നമ്മുടെ ഫീമെയിൽ. ഓക്കേ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഫോളോയിങ് സിംബൽസ് ഇൻ ദി പെഡിഗ്രി അനാലിസിസ്. അഗൈൻ പെഡിഗ്രി സിംബൽസ് റെപ്രസെന്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അഗൈൻ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. സോ ദിസ് ഈസ് mating, that is representing mating. Okay, next one, രണ്ട് വര കാണുവാണെങ്കിൽ that is representing mating between the relatives, which is also known as consanguineous marriage. Mating between relatives. Okay, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ദാറ്റ് വാസ് ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് സുവോളജിയിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ 5 വർഷങ്ങളിൽ 2020 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് സമയം കളയാതെ തന്നെ ബോട്ടണി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അനു മിസ് അല്ല, അമൽ സാറിനെയും ഗൗതമി മിസ്സിനെയും നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. യെസ്, അപ്പം സുവോളജിയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനാണ് നമ്മുടെ ബോട്ടണിയിലെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ വർഷങ്ങളിലെ കുറെ വർഷങ്ങളായിട്ട് ചോദിച്ചിട്ടുള്ള ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പം വലിയ താമസമില്ലാതെ അതിലേക്ക് കടന്നേക്കാല്ലേ മിസ്സേ. ആദ്യത്തെ ചോദ്യമാണ്, ചൂസ് ദ കറക്റ്റ് ആൻസർ. ഫോർമേഷൻ ഓഫ് സീഡ്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഈസ് കോൾഡ്. അതായത് നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് ഉള്ള ചോദ്യമാണ്. ഓപ്ഷൻസ് പോളിഎംബ്രിയോണി, പാർത്തനോകാർപ്പി, ഡോർമൻസി, അപ്പോമിക്സിസ്. എനിക്ക് തോന്നുന്നു പെട്ടെന്ന് കൺഫ്യൂഷൻ വരാനുള്ള ഒരു സാധനമാണ് ഫോർമേഷൻ ഓഫ് സീഡ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഫ്രൂട്ട് എന്നല്ല. അപ്പൊ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ എന്ന് കണ്ടാൽ ഉടനെ കയറി പാർത്തനോകാർപ്പി എന്ന് ആൻസർ ചെയ്യും. പക്ഷെ ഒരിക്കലും അതല്ല ഇവിടെ ആൻസർ വരുന്നത്. അപ്പോമിക്സിസ് ആണ് ഇവിടെ ആൻസർ. രണ്ടുപേരും പറ്റില്ലേ? യെസ്, അപ്പോമിക്സിസ് ആണ് ഇവിടെ ആൻസർ എന്നുള്ള കാര്യം എന്ത് ചെയ്തോളുക, മനസ്സിലാക്കിക്കൊള്ളുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അല്ലെ. In grasses, the monocot embryo contains single cotyledons named plumule, radicle, scutellum and coleoryza. ഓക്കെ, അപ്പൊ നമ്മുടെ മോണോകോട്ട് പ്ലാന്റുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു കോട്ടിലിഡോൺ എന്നാണോ പറയുക? ഒരിക്കലും അങ്ങനെ അല്ല പറയുക, മറ്റൊരു പേരാണ് പറയുക. നമ്മൾ അതിനെ വിളിക്കുന്നത് scutellum എന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത്, removal of anthers from flower bud before the anthers dehisces using a pair of forceps. എപ്പോഴും ചോദിക്കുന്ന റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. bagging, hybridization, emasculation, rebagging, and the answer is emasculation. റിമൂവൽ ഓഫ് ആന്തർ, ആ ഒരു പോയിന്റ് തന്നെ കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മയിൽ വരണം. പിന്നെ ഇമാസ്കുലേഷൻ എന്താണെന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിലും അത് റിമൂവൽ ഓഫ് ആന്തർ എന്നുള്ള കാര്യം ഓർത്ത് വെച്ചോളുക അല്ലെ. ഞാൻ വേഗം കയറി ആൻസർ പറഞ്ഞു. fruit developed without fertilization is called. ഇതാണ് നമ്മൾ നേരത്തെ കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ടായിരുന്ന ഒരു കാര്യം. ഫ്രൂട്ട് ഡെവലപ്ഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഇസ് കോൾഡ് പാർത്തനോകാർപ്പി ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്തോളുക, അറിയുക. ഓക്കെ, അപ്പൊ നമ്മളതിന് ബനാനയൊക്കെ നമ്മൾ അതിന് എക്സാമ്പിൾ എടുക്കാൻ പറയുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ പാർത്തനോകാർപ്പി എന്താന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചോളുക. യെസ്, ദെൻ അടുത്തത്, observe the figure of two-celled pollen grain. ലേബൽ എ തന്നിട്ടുണ്ട്, ഇപ്പൊ താഴെ ജനറേറ്റീവ് സെല്ലും തന്നിട്ടുണ്ട്. വളരെ ഈസിയാണ്, നമുക്കറിയാം 2 സെല്ലുകളായിട്ടുള്ള വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും അല്ലെ. അതില് നമുക്ക് 2 മാർക്കിനൊക്കെ ആണെങ്കിൽ ഈ ചോദ്യത്തിൽ ചിലപ്പം ഈ വെജിറ്റേറ്റീവ് സെല്ലിന്റെയോ അല്ലെങ്കിൽ ജനറേറ്റീവ് സെല്ലിന്റെയോ അതിന്റെ ക്യാരക്ടേഴ്സ് എഴുതാനൊക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ ക്യാരക്ടേഴ്സും കൂടി ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, അടുത്തത്, choose the correct answer. The residual persistent nucellus is called pericarp tapetum scutellum perisperm.
അതിൽ പെരിസ്പേം ആണ്, പക്ഷെ മിസ്സേ പിള്ളേർക്ക് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുള്ളതാണ്. പെരികാർപ്പ് എന്ന് പറയുന്നത് എന്താണ്? പെരികാർപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് വോൾ ആണ് അല്ലെ? ഫ്രൂട്ട് വോൾ ആണ് പെരികാർപ്പ്. അപ്പൊ മാറിപ്പോയത് ഒരു തവണ വേർഡ് പെയർ റിലേഷൻ ആയിട്ട് ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാറരുത്. പെരിസ്പേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Persistent ആയിട്ടുള്ള ന്യൂസെല്ലസ് ആണെന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ചോളുക. ഓക്കെ, ദെൻ അടുത്തത്. Yes, the innermost wall layer of microsporangium that give nutrition to pollen grain is called. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യം എന്ന് പറയാൻ പറ്റും. ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് അറിയാം. നമ്മുടെ ടപ്പീറ്റോ ആണ് ഇവിടെ ആൻസർ വരുന്നത്. നറിഷ്മെന്റ് ടു ദ ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻ അല്ലെ? അവർക്ക് ഇന്നർമോസ്റ്റ് വോൾ ആണ് അവർക്ക് ഫുഡ് കൊടുക്കുന്നത്. മീൻസ് ആ ഡെവലപ്പ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻസ് ഫുഡ് കൊടുക്കുന്നത് ഇവര് ടപ്പീറ്റോ കാര്യം ഒന്ന് ഓർത്ത് വെച്ചു കൊടുക്കുക. അവരുടെ കുറച്ച് ഫീച്ചേഴ്സുകളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അത് 2 മാർക്കിലൊക്കെ ചോദിക്കുന്നതാണ്. Which of the following is a perispermous seed? Pea, black pepper, wheat, barley. പൊതുവെ എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു പോവില്ല, നമുക്ക് എപ്പോഴും ഒരു മടിയാണ്. പക്ഷെ എക്സാമ്പിൾ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ ഇവിടെ പെരിസ്പെർമസ് സീഡിനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് ബ്ലാക്ക് പെപ്പർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ അടുത്തത്. Exine of pollen grain is made up of pectin, cellulose, sporopollen, chitin. Yes. അപ്പോൾ ഇത് എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ചോദിക്കാറുണ്ട്. ആൻസർ സ്പോറോപോളൻ ആണ്. ആ സ്പോറോപോളന്റെ ക്യാരക്ടേഴ്സ് അവരുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ട് അതുകൂടെ ഒന്ന് നോക്കി വെക്കേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ്. അത് എനിക്ക് 2 മാർക്സിനൊക്കെ ചോദിക്കാറുണ്ടല്ലേ സർ? ചോദിക്കാറുള്ളതാണ്. യെസ്, എക്സൈൻ എന്ന് പറയുന്നതാണ് ഔട്ടർ വോൾ ലെയർ ഓഫ് പോളൻ ഗ്രെയിൻ എന്നുണ്ടെങ്കിൽ ഇന്നർ വോൾ ലെയർ ഓഫ് പോളൻ ഗ്രെയിനെ എന്താണ് വിളിക്കുക? സിമ്പിൾ ആയിട്ട് നമുക്കറിയാം, ഇൻറ്റൈൻ എന്നാണ് വിളിക്കുക അല്ലെ? എക്സ് പുറത്താണെന്നുള്ള കാര്യം ആലോചിച്ചോളുക. ഇൻറ്റൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻസൈഡ് ആണെന്നുള്ള കാര്യം ഒന്ന് ചെയ്യുക, ഓർത്ത് വെച്ചോളുക. അതിന് അടുത്തത് ചൂസ് ദ കറക്റ്റ് ആൻസർ. ഇന്നർമോസ്റ്റ് വോൾ ലെയർ ഓഫ് മൈക്രോസ്പോഞ്ച് നമ്മൾ ഓൾറെഡി ഇപ്പൊ പറഞ്ഞുള്ളൂ. നമ്മുടെ ടപ്പീറ്റോ ആണ്, നറിഷ്മെന്റ് ആണ് ഫംഗ്ഷൻ എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആണെങ്കിൽ എപ്പിഡെർമിസ്, പിന്നെ എൻഡോത്തീഷ്യം, പിന്നെ മിഡിൽ ലെയർ, പിന്നെ ഉള്ളിൽ ടപ്പീറ്റോ. ഓക്കെ, choose the correct answer and fill in the blanks. And the single cotyledon of monocotyledon already പറഞ്ഞു, സ്ക്യൂട്ടലാണ്. അത് പല രീതിയിൽ വന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നതാണ് ചോദ്യം കേട്ടോ. Then the female gametophyte in angiosperm, അതായത് ഫീമെയിലിലെ ഗമീറ്റ് ഇരിക്കുന്ന ആ ഒരു സ്ഥലം എവിടെയാണെന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത്. മൈക്രോപൈൽ ഉണ്ട്. അതില് എംബ്രിയോ സാക്ക് ആണ് അവിടെ ആൻസർ എന്നുള്ള കാര്യം ഓർത്തോളുക. അതിലാണ് എഗ് ഉണ്ടാവുക കേട്ടോ. Then fill in the blank. The portion of embryonal axis above the level of cotyledon in dicot embryo is known as. Above the level of cotyledon എന്ന് പറയുമ്പോൾ അത് എപ്പികോട്ടൈൽ ആണെന്നുള്ള കാര്യം. ബിലോ ബിലോ. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ താഴെ എന്നുള്ള അർത്ഥമാണ്. അപ്പോ ഹൈപ്പോകോട്ടൈൽ ആണെങ്കിൽ ബിലോ വരും, എപ്പി ആണെങ്കിൽ മുകളിൽ. ഓക്കെ. Then fruit which develops from any part of the flower other than the ovary is called. എപ്പോഴും കൺഫ്യൂഷൻ ആവാനുള്ള ചാൻസസ് ഉള്ളതാണ്. നമ്മുടെ സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, പിന്നെ വരികയാണ് എന്താണ് ആ ഫ്രൂട്ട് ഫോം ചെയ്യാണ് എനി പാർട്ട് ഓഫ് ദ ഓവറി അല്ലെങ്കിൽ എനി പാർട്ട് ഓഫ് ദ അതർ ദാൻ ദ ഓവറി എന്ന് പറഞ്ഞേക്കാണ്. നമ്മുടെ ഫോൾസ് ഫ്രൂട്ട് ആണ് ആപ്പിളൊക്കെ, നമ്മൾ കഴിക്കുന്ന ആപ്പിളൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാം. യെസ്. Then Observe the relationship between the first 2 terms and fill in the blank. Endothecium protection ആണെങ്കിൽ tapetum നറിഷ്മെന്റ് ആണ്. കുറെ പ്രാവശ്യം പറഞ്ഞു, അത് കൂടുതൽ അത് ചിന്തിക്കേണ്ട കാര്യമില്ല, നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നേരെ പോവുകയാണെങ്കിൽ നമ്മുടെ ബയോടെക്നോളജി എന്നുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഓക്കെ, which of these is the first isolated restriction endonuclease? ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്തെടുത്തത് ഹിൻഡ് 2 ആണോ, ഇക്കോ R1 ആണോ, ബാം H1 ആണോ, സാൽ1 ആണോ? ഹിൻഡ് 2 എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് പഠിച്ചു വെച്ചോളൂ. ഫസ്റ്റ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹിൻഡ് 2 എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. which enzymes are known as molecular scissors? എന്താണ് മോളിക്കുലാർ സിസേഴ്സ്? കട്ട് ചെയ്യുക എന്നുള്ളത് അല്ലെ? അപ്പൊ അത് റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ്. അതിന് 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെ? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസും എക്സോന്യൂക്ലിയസും തിരിച്ചിട്ടുണ്ട്. അതിന് മോളിക്കുലാർ സിസ്റ്റം പറഞ്ഞിട്ട് ടു കട്ട് മോളിക്യൂൾസ് ആണ് അവരുടെ ഫംഗ്ഷൻ എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. Then recombinant DNA is directly injected into the nucleus of an animal by a method called. Yes, animal, plant. ഇത് രണ്ടിലും 2 ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അനിമൽ ആണെങ്കിൽ ബയോളിസ്റ്റിക്സ് ഉണ്ട്, ഹീറ്റ് ഷോക്ക് ഉണ്ട്, ഡിസൗണ്ട് പാത്തജൻ വെക്ടർ. ബയോളിസ്റ്റിക്സ് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ പ്ലാന്റിന്റെ കാര്യത്തിലാണ് സംഭവിക്കുന്നത്, പ്ലാന്റ്സിലാണ്. പക്ഷേ മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനിമൽസിലാണ്, അവരുടെ ന്യൂക്ലിയസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻജക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, then just the correct match to pay out. DNA ligase, cutting of DNA എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ശരിയാണോ എന്ന് ആലോചിക്കുക. ജെല്ലി ഇലക്ട്രോഫോറസിസ്, സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് എന്ന് പറയുന്നത് ആലോചിക്കുക അല്ലേ? ഇത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഇവരുടെ ഫംഗ്ഷൻ ഇതാന്നുള്ള കാര്യം അറിയാം. പക്ഷേ DNA ligase അതിന് വേണ്ടിയിട്ടുള്ള അല്ല. DNA ligase എന്ന് പറയുന്നത് ലിഗേസ് നമ്മൾ ജോയിൻ ചെയ്യാൻ മോളിക്കുലർ ഗ്ലൂ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആരാണ്ടായിരിക്കുക? യെസ്, ഞാൻ കേട്ടില്ല. നെയിം ദ ടെക്നിക് യൂസ്ഡ് ടു സെപ്പറേറ്റ് ദ ഫ്രാഗ്മെന്റ്സ് ഓഫ് DNA. നമ്മൾ പറഞ്ഞുള്ളൂ അത് നമ്മുടെ ജെൽ ഇലക്ട്രോഫോറസിസ് തന്നെയാണ് വരുന്നത്. ഓക്കേ, then choose the correct answer. Which of these enzymes removes nucleotide from the ends of the DNA? അല്ലേ, 2 ആയിട്ട് നമുക്ക് ഇതിനെ തിരിക്കാനായിട്ട് പറ്റും. അതായത് ഇടയ്ക്കിൽ നിന്നും ഇവിടുന്ന് കട്ട് ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് നിന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എൻഡിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എക്സോ ന്യൂക്ലിയസ് ആയിരിക്കും. ഇടയ്ക്ക് നിന്ന് ബിറ്റ്വീൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻഡോ ന്യൂക്ലിയസ് ഓർത്ത് വെച്ചോളുക. Then and the enzyme used to join DNA fragments in rDNA technology. നമ്മൾ പറഞ്ഞോളൂ അല്ലേ? ligase. Okay, then
The restriction enzyme EcoR1 is isolated from the bacterium. എവിടെ നിന്നാണെന്നുള്ള കാര്യം. ഇതിന്റെ നെയിമിംഗ് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നമ്മൾ 2 മാർക്കിൽ 3 മാർക്കിലൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഈ EcoR1 എവിടെ നിന്നാണ് എടുത്തതെന്നുള്ള കാര്യമാണ് ചോദിച്ചത്. നമ്മുടെ എസ്കേഷ്യ കൊളൈ ബാക്ടീരിയ എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം അറിയാവുന്നത് ആണ്. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ സുവോളജിന്റെയും ബോട്ടണിന്റെയും 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം. അപ്പൊ ഇതിന്ന് റിപ്പീറ്റ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും വരാണ്ട് പോവുക. ഏകദേശം ഒരു പാറ്റേൺ കിട്ടിയിട്ടുണ്ടാവുന്നു. ഇത് കൂടാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾ മറക്കാതെ എന്ത് ചെയ്യുക, ലൈവിലേക്ക് വരാം. നമുക്ക് അടിപൊളിയായിട്ട് ആ ക്വസ്റ്റ്യൻസ് അവിടെ പഠിക്കാം. ഓൾസോ ഇനി വരുന്ന ദിവസങ്ങളിൽ എക്സാമിന്റെ കോണ്ടന്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക എന്നുള്ള കാര്യം കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യുക. വേണമെങ്കിൽ നമുക്ക് ഒരു കമന്റ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കാം സർ. കമന്റ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തേ പറ്റുള്ളൂ. അതായത് പാലിൻഡ്രോമിക് സീക്വൻസുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഒരു പാലിൻഡ്രോമിക് സീക്വൻസിലുള്ള ഒരു എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യാം? എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സീക്വൻസിന്റെ എക്സാമ്പിൾ കേട്ടോ. വെറുതെ മലയാളം ഞങ്ങൾ അതിന് മാർക്ക് തരില്ല. അല്ലാതെ പാലിൻഡ്രോമിക് സീക്വൻസിന്റെ എക്സാമ്പിൾ എന്ത് ചെയ്യുക, വീഡിയോ കമന്റ് ചെയ്തോളുക അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.